സംസ്ഥാന കായികമേള സ്കൂൾ ഒളിമ്പിക്സിലേക്ക് മാറുമ്പോൾ ആശങ്കയിൽ കായിക അധ്യാപകരും കായിക താരങ്ങളും. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ സബ് ജില്ലാ കായിക മത്സരങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ള വെല്ലുവിളിയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ സ്കൂൾ ഒളിമ്പിക്സ് ഒക്ടോബർ 18 മുതൽ 22 വരെ എറണാകുളത്താണ് നടക്കുന്നത്. സംസ്ഥാന സ്കൂൾ കായികമേളയെ ഒളിമ്പിക്സ് മാതൃകയിൽ അത്ലറ്റിക്സും ഗെയിംസും ഒരുമിച്ച് സംഘടിപ്പിക്കുന്ന രീതിയിലാണ് മാറ്റുന്നത്. ഒളിമ്പിക്സ് മാതൃകയിൽ അല്ലാത്ത വർഷങ്ങളിൽ സാധാരണ പോലെ കായികമേള നടത്തുവാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ഈ വർഷം ഒളിമ്പിക്സ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന കായികമേള സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇതിനിടയിൽ അക്കാദമിക പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ സ്കൂൾ ഒളിമ്പിക്സിന് മുന്നോടിയായുള്ള മത്സരങ്ങൾ എത്രത്തോളം പ്രായോഗികമായി നടത്തുവാൻ സാധിക്കുമെന്ന ആശങ്കയാണ് കായിക മേഖലയിലുള്ളവർ പങ്കുവയ്ക്കുന്നത്. 36 ഇനങ്ങൾ അത്ലറ്റിക്സ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടത്തുന്ന ഈ സമയത്ത് ഒക്ടോബർ മാസത്തിൽ നമുക്ക് ഒളിമ്പിക്സ് മോഡലിൽ ഈ മത്സരങ്ങളെല്ലാം ഒരേ സമയത്ത് അത്ലറ്റിക്സും അതിനോട് ചേർത്ത് മറ്റ് ഗെയിംസുകൾ എല്ലാം കൂടി നടത്തുന്ന ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയ അത് നടത്താൻ കഴിയുമോ എന്നതിനെ കുറിച്ചൊരു ആശങ്കയുണ്ട്. കാരണം അതിനു മുമ്പ് തന്നെ നമുക്ക് സബ് ജില്ലാ മത്സരങ്ങളും റവന്യൂ ജില്ലാ മത്സരങ്ങളും പൂർത്തിയാക്കിയാൽ മാത്രമേ സംസ്ഥാന മത്സരങ്ങളിലേക്ക് കുട്ടികളെ അയക്കാനായിട്ട് കഴിയുള്ളൂ. ആ ഒരു പ്രോസസ്സ് ഈ 2 മാസം കൊണ്ട് എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയും എന്നതാണ് നമ്മളെ അലട്ടുന്ന ഒരു സംശയം. പക്ഷെ അത് നടക്കുന്നതും കായിക മേഖലയ്ക്ക് അത്തരത്തിലൊരു 4 വർഷത്തിലൊരിക്കൽ സ്കൂൾ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ് അത് നടത്തുന്നത് സ്വാഭാവികമായിട്ടും കായിക താരങ്ങൾക്കും ആവേശം നൽകുന്ന ഒരു പരിപാടിയാണ്. കുട്ടികൾക്ക് അത് കൂടുതൽ പ്രോത്സാഹനജനകമാണ്. അത്തരത്തിലുള്ള നൂതനമായ മാറ്റങ്ങൾ കായിക മേഖലയിൽ വരുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലതായിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ ആദ്യം ഇത് ആരംഭിക്കുമ്പോൾ 2 മാസം കൊണ്ട് ഈ മത്സരങ്ങളെല്ലാം സബ് ജില്ലാ റവന്യൂ ജില്ലാ മത്സരങ്ങൾ പൂർത്തിയാക്കി സ്കൂൾ ഒളിമ്പിക്സിന് വേണ്ടി ഒരുങ്ങാനായിട്ട് കുട്ടികളെ തയ്യാറാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്താണെങ്കിലും പുതിയ മാറ്റവുമായി സ്കൂൾ കായികമേള വരുമ്പോൾ പരിമിതികൾക്കിടയിലും അതിനെ ആവേശത്തോടു കൂടി തന്നെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നത്. ഇടുക്കിയിൽ മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള കായിക മുന്നേറ്റങ്ങളും കായിക പരിശീലന കേന്ദ്രങ്ങളുടെ വളർച്ചയും ഇടുക്കിക്ക് കായിക കേരളത്തിൽ മാറ്റി നിർത്തുവാനാവാത്ത സ്ഥാനമൊരുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.